വിറ്റാമിനുകളെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സീറോപ്താൽമിയ. മാലക്കണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് നിശാന്തത. നിശാന്തത കണ്ടെത്താനുള്ള പരിശോധനയാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയാൽ കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് കണ. കണരോഗം ബാധിക്കുന്ന അവയവമാണ് അസ്ഥികൾ. വിറ്റാമിൻ ഡിയുടെ അഭാവത്താൽ മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. വിറ്റാമിൻ ഡി ധാരാളമായി കാണുന്ന എണ്ണയാണ് മീനെണ്ണ. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വിറ്റാമിൻ ഇയുടെ അപരനാമം ബ്യൂട്ടി വിറ്റാമിൻ എന്നാണ്. ഹോർമോണായി ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ്. കുടലിൽ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. വിറ്റാമിൻ സിയുടെ അപരനാമം ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നാണ്. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച വിറ്റാമിനാണ് വിറ്റാമിൻ സി. രോഗപ്രതിരോധ ശേഷി നൽകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. മുറിവുണങ്ങാൻ സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സ്കർവിയുടെ അപരനാമം നാവികളുടെ പ്ലേഗ് എന്നാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അരിയുടെ തവിടിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1 ആണ്. വിറ്റാമിൻ B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ബെറിബെറിയുടെ അപരനാമം എനിക്ക് വയ്യ എന്നാണ്. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത രോഗം പെല്ലാഗ്രയാണ്. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9 ആണ്. വിറ്റാമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. കൊബാൾട്ട് എന്ന ലോഹമടങ്ങിയ വിറ്റാമിനാണ് B12. മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ.